എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് തടി കുറയ്ക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് 9 കിലോ ഒക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. പക്ഷേ ഇത് സസ്റ്റൈനബിൾ ആണോ, ഇത് ലൈഫ് ലോങ് മൊത്തം നിൽക്കുമോ എന്നൊന്നും ഒരു ഉറപ്പില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പോൾ അടുത്ത് വരാണ്ട് അതിന് നിങ്ങൾക്ക് തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 months നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തോ അടിപൊളിയായിട്ട് തടി കുറയ്ക്കാൻ പറ്റും. നമ്പർ 1, ഷുഗർ, പഞ്ചസാര. വൈറ്റ് ഷുഗർ എന്തിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സാധനങ്ങൾ മൊത്തം കട്ട് ചെയ്യുക. ബേക്കറി ആയിക്കോട്ടെ, ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, വീട്ടിൽ ചായയിൽ പഞ്ചസാര ഇടുന്നുണ്ടെങ്കിൽ, കാപ്പിയിൽ ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിൽക്ക് ഷേക്സ് ആയിക്കോട്ടെ, ജ്യൂസസ് ആയിക്കോട്ടെ, എല്ലാത്തിനും വൈറ്റ് ഷുഗർ, ആർട്ടിഫിഷ്യൽ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം, വർക്കൗട്ട് മസ്റ്റാണ്. പക്ഷേ വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് തടി കുറയില്ല. ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 70% ഡയറ്റും 30% വർക്കൗട്ടും. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോയപ്പോൾ എന്നോട് അവിടുത്തെ ആശാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം 70% നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പക്ഷേ വർക്കൗട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡെയിലി കാർഡിയോ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തടി കുറയും. പക്ഷെ മസിൽ ലോസ് ഒക്കെ ഇടയ്ക്ക് വരും. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് തടി കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഒന്ന് സ്റ്റാറായി നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം പ്രോപ്പറായിട്ട് ജിമ്മിൽ പോയിട്ട് വേണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തോട്ടോ. പെട്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. നട്ട്സ്, സീഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എല്ലാ നട്ട്സും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഈ സാലഡ് കുക്കുംബറൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു 3-4 സ്ലൈസ്, ലഞ്ചിന് 3-4 സ്ലൈസ്, ഡിന്നറിന് 3-4 സ്ലൈസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ കഴിക്കാവുന്നതാണ്. അത് ഭയങ്കരമായിട്ട് തടി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്നെ സഹായിച്ചിട്ടുണ്ട്. പച്ചക്കറികൾ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമുക്ക് കഴിക്കാൻ നമുക്ക് വയറ് വേണ്ട ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം വിശക്കൂല. അതാണ്. ഇപ്പം നിങ്ങൾ 4 ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സാലഡും കൂടെ ഒരു 5-6 നല്ല സ്ലൈസ് സാലഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ദോശ കഴിക്കാൻ തോന്നുള്ളൂ. സാലഡിലാണെങ്കിൽ അധികം കാലറി ഉണ്ടാവില്ല. അപ്പോൾ അത്രയും കാലറി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വരികയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ പറഞ്ഞതാണ്, കാലറി ഡെഫിഷ്യൻസി. നിങ്ങൾ ചിലവാക്കുന്നതിനേക്കാളും കുറഞ്ഞ കാലറിയിൽ ഫുഡ് കഴിക്കാം. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുക, കൂടുതൽ പണിയെടുക്കുക എന്നുള്ള ഒരു തത്വമാണ്. പിന്നെ 5ാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഈ ഷുഗർ കട്ടും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഈ 2 കോംബോയും കൂടെ ചേർന്നാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ട, ചുമ്മാ തടി കുറഞ്ഞോളും. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 16 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂറിന്റെ ഒരു ഇന്റർവെൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ രാത്രി നിങ്ങൾ 9 മണിക്കാണ് നിങ്ങൾ ഫുഡ് ക്ലോസ് ചെയ്തത്, ഡിന്നർ കഴിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നിങ്ങൾ രാവിലെ 11 മണിയാവാണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. അതായത് ഇത്രയും ടൈം നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുകയാണ് അത് ഡൈജസ്റ്റ് ചെയ്യാനും അതിനകത്ത് നിന്ന് ആ ഒരു ഫാറ്റും ഒക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ബെസ്റ്റ് ആണ്. പ്ലസ് ഇതിൻ്റെ കൂടെ ഷുഗർ കട്ടും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ സിമ്പിളായിട്ട് തടി കുറയും. വെറുതെ എൻ്റെ തടി കുറഞ്ഞത്. പിന്നെ കുറഞ്ഞ തടി പിന്നെ കൂടാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഷുഗർ കട്ടൊക്കെ ഒരു 3 മാസം ചെയ്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര ക്രേവിങ്സ് എല്ലാം അടച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല മനക്കെട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി. സത്യം പറയാലോ. പക്ഷെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഞാനൊരു 75 ഡേ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതിനുശേഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഷുഗർ കഴിക്കാൻ തുടങ്ങി. 75 ഡേ ചലഞ്ച് കഴിഞ്ഞു, വെയിറ്റും കുറഞ്ഞു, ഇനി എനിക്ക് എല്ലാം കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി. ഷുഗറൊക്കെ ഒരുപാട് കഴിച്ചു. ഇത്രയും കാലം കഴിക്കാതെ ഇരുന്നിട്ട് കഴിച്ചപ്പോൾ ഒരുപാട് ആക്രാന്തെന്ന് മലയാളത്തിൽ പറയും, അത് വന്നിട്ട് ഒരുപാട് കഴിച്ചു. അങ്ങനെ എഗെയിൻ ചെറുതായിട്ട് തടി കൂടാൻ തുടങ്ങി. ഇനി ഞാനിപ്പം എൻ്റെ ഒരു പഴയ ഫോമിലേക്ക് ഇനി എത്തിയിട്ടില്ല. അപ്പോൾ എത്തുമ്പോഴേക്കും അങ്ങനെ എഗെയിൻ ചലഞ്ച് പോലെയൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഏകദേശം അത് സെറ്റായി. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.